ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വയനാട് പോകുവാണ് കേട്ടോ. അപ്പോൾ ഞാനറിയാതെ ഷിനാജ് പ്ലാൻ ചെയ്തതായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് താമരശ്ശേരി ചുരം കയറി പോകുവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ട് പോകുന്നത്. ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു അത് ഇങ്ങനെ പോയപ്പോൾ. ആനിവേഴ്സറിയുടെ തലേദിവസമാണ് കേട്ടോ നമ്മളീ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പോൾ അത് ഈ ചുരം കയറി ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നൊരു 4 മണി 5 മണി ടൈമിലാണ് നമ്മൾ ഈ പോകുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ്. നമ്മൾ വീട്ടിൽ നിന്നും കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എന്ത് അടിപൊളിയാണ് നോക്കിയാൽ കാണാൻ. കൈയൊക്കെ തണുത്ത് മരവിച്ച്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ 1-2 സാധനങ്ങൾ വാങ്ങാൻ മണ്ണാർക്കാട് പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ പോകുന്ന വഴി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ട്രെൻഡ്സിൽ കയറി. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഫസ്റ്റ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ട്രെൻഡ്സിൽ കയറിയിട്ട് ഡ്രസ്സ് കിട്ടിയില്ല. ഞാനൊരാഴ്ച മുമ്പേ സ്റ്റുഡിയോന്ന് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് കൊണ്ട് മാറി. അതാണ് പിന്നെ ഇപ്പോൾ നോക്കേണ്ടി വന്നത്. പക്ഷെ നോക്കി കിട്ടിയില്ല. അങ്ങനെ ദേ ഒരു സോഡാ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, വഴിയേ ഞാൻ അതിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഏതാ എന്തുവാ പിന്നെ ഇതാ പൊട്ടി ഒലിച്ചിന്റെ ഇപ്പുറത്തെ സൈഡാണത്. രാത്രിയല്ല നമ്മളിവിടെ എത്തിയതുകൊണ്ട് കറക്റ്റ് എന്തായതാന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. ഷിനാജ് അത് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്ന ഉരുൾപൊട്ടലിൻ്റെ കാര്യം. ഫുഡ് വന്നിട്ടുണ്ട്. 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ബ്രോസ്റ്റ് ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, ഇതിൽ ബട്ടർ നാനുണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് വ്യൂ ഒന്നും കറക്റ്റ് കാണാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ അടിപൊളി വ്യൂ ആയിരിക്കും. ഞാൻ ഞെട്ടുമെന്നൊക്കെയാണ് ഷിനാജ് പറഞ്ഞത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സമയം 7:15. ഞാൻ ഒന്ന് നോക്കട്ടെ. തുറന്ന് നോക്കാം എന്താ കാണുന്നതെന്നുള്ളത്. ഗൈസ്, അടിപൊളി സാധനം. ഇത് കാണിച്ചു കൊടുക്ക്. പക്ഷെ വീഡിയോയിൽ എനിക്ക് കറക്റ്റ് ഭംഗി അറിയത്തില്ല. നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യൂ ഞാൻ കാണുന്നത്. ഫുള്ള് കാടാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. വെള്ളമാണ് ഒഴുകുന്നത്, പക്ഷേ ദൂരെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടല്ലേ. എന്ത് അടിപൊളിയാന്ന് നോക്കി കാണാൻ. വെള്ളം കുറവാന്ന് തോന്നട്ടെ. ഇവിടെ നിന്ന് നോക്കിയിട്ടാണെന്ന് അറിയത്തില്ല. ഷിനാജ് പറഞ്ഞ് ഇത്രയും ദൂരത്ത് നിന്ന് നോക്കിയിട്ടാണ് വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളമുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്ന വെള്ളമാണ്. ഒന്നും പറയാനില്ല. നല്ല കിടിലൻ വ്യൂ. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇന്നലത്തെ അത്ര തണുപ്പ് തോന്നുന്നില്ല. ഇതാണ് ഞങ്ങളെ റൂം. അതാ അവിടെ നിന്നും നല്ല സീനാണ്, വ്യൂ ആണ്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റൂം കാണിച്ചു തരാം. എന്തായാലും ഈ വ്യൂ ഞാൻ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടട്ടെ. ശരിക്കും ഇവിടെ ഈ ഒരു റൂമും പിന്നെ ഈ ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുതലാക്കായിരുന്നു. കാരണം വെറുതെ കിടക്കുമായിരുന്നു ഈ റൂം. നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു റൂമും കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന്. ഷിനാജ് ആണെങ്കിൽ ഡീറ്റെയിൽസ് വലിയതായിട്ട് തിരക്കില്ല. വ്യൂവിൻ്റെ കാര്യം മാത്രം അറിഞ്ഞ് ചടപടയെന്ന് കയറി ബുക്ക് ചെയ്ത്. എക്സ്ട്രാ റൂം ഉണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂടെ കൊണ്ടുവന്നേനെ. ഇവിടെ അതേണ്ട കുഞ്ഞൊരു അരയന്നല്ലേ, അരയൻ തന്നെയാന്ന് തോന്നിട്ട് അവർ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നും ഇത് ബാത്റൂം, TV, കബോർഡ്. പിന്നെ ഇവിടെ നിന്നും സെയിം വ്യൂ തന്നെയാണ്. പക്ഷെ നമ്മുടെ റൂമിൽ നിന്നാണ് കേട്ടോ കുറച്ചുകൂടെ അടിപൊളി. അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ. നമ്മളെ റൂം പോലെ തന്നെ സെയിം. ഞങ്ങളുടെ റൂം ഞാൻ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ ഷിനാജ് കിടക്കുവാണ്. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത്. ഇന്നലെ നമ്മൾ കഴിച്ചിട്ട് ബാക്കി വെച്ചാണ്. അത് അവർ വന്ന് എടുത്തുകൊണ്ട് പോയില്ല. ഇവിടെ TV ഇല്ല.
റൂമിൽ രണ്ടിലും ടി വി ഉണ്ട്. ഞങ്ങളെ റൂം കാണിച്ചു തരാം ഞാൻ പിന്നെ. ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ നിന്നും വ്യൂ ഉണ്ട് കേട്ടോ. എവിടുന്ന് നോക്കിയാലും വ്യൂ ആണ് ഈ റൂമിൽ. എൻ്റെ ചായ ആയിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് കോഫി വിളിച്ചു വന്നപ്പോൾ അത് കൊണ്ടുവന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും. ഒരു പൂരി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായി. ബാക്കി ഇത് ഇവിടെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് മീഷോന്ന് എടുത്തതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ വരുന്ന വഴി പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ വരുന്ന വഴി 3-4 കടയിൽ കയറി. ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലും അല്ലാണ്ട് നമ്മൾ ബുട്ടീക്കിലൊക്കെ കയറി നോക്കി. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. അപ്പോൾ മീഷോന്ന് എടുത്ത് വെച്ചതായിരുന്നു ഈ ഒരു ടോപ്പ്. അപ്പോൾ എന്തായാലും ഞാനത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബാഗിലെടുത്ത് വെച്ച്, കാരണം ഇനി ഡ്രസ്സ് പുതിയത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത്. വെയിൽ കാരണം കണ്ണ് തുറക്കാൻ വയ്യ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ വ്യൂ ആസ്വദിച്ച് ഊഞ്ഞാലിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ പോകാനാവും. 12 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റേ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോകുകയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. പിന്നെ അവിടുന്ന് നേരെ ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ വീടുണ്ട്. അവിടെ സുൽത്താൻ ബത്തേരിയില്ലേ, ബത്തേരിയിൽ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ വെള്ളം ഒഴുകുന്നത് ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല സൗണ്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഫുള്ള് കാടായതുകൊണ്ട് കാട് ഇറങ്ങിയിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന്. അപ്പം ഷിനാജ് എന്നോട് ആനിവേഴ്സറിക്ക് എന്ത് വേണം എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മലയുടെ വ്യൂ കാണണം, അത് മതി, അല്ലാണ്ട് എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അട്ടപ്പാടിയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ അടുത്തല്ലേ അട്ടപ്പാടി, അവിടെ പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പം ഞാനത് പറഞ്ഞെങ്കിലും ഞാൻ അത് വലിയ കാര്യമൊക്കെ എടുത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ആളെ ഞാൻ അറിയാണ്ട് എല്ലാം സർപ്രൈസാക്കി സെറ്റ് ചെയ്ത്. ഇന്നലെ രാവിലെയാണ് കേട്ടോ എന്നോട് പറയുന്നത് നമ്മളിങ്ങനെ വയനാട് പോകുന്നുണ്ടെന്നൊക്കെ. ഇന്നലെ രാവിലെയാണ് ഞാൻ അറിയുന്നത്. റിസോർട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്തതാണ് ചിലപ്പോൾ ആയിരിക്കുമെന്ന്. കാരണം ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ട് ഗസ് ചെയ്തതാണ്. ഏതാണ്, പേരെന്താണ്, എവിടെയാണ്, ഏത് റിസോർട്ടാണ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കുറേയൊക്കെ ഗസ് ചെയ്തായിരുന്നു അവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആൾ മിണ്ടിയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ വന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഞാൻ റിസോർട്ടിലൊക്കെ വരുന്നതും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്കിനി കിട്ടാനില്ല, അങ്ങനെ വേണേൽ പറയും. അത്രക്കും അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇതും കണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് പോകും. എത്ര മണിക്കൂർ വേണേലും അങ്ങനെ ഇരുന്ന് പോകും. എന്തായാലും ഇപ്പോൾ പോകാനായി. ട്രൈപോഡ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. കാരണം ഫോട്ടോ എടുത്താൽ നമുക്ക് ആരുമില്ല. ട്രൈപോഡാണ് നമ്മളെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ. അപ്പോൾ എന്തായാലും ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. അങ്ങനെ 1 വർഷമായി. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് 1 വർഷമായിന്ന്. പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ പോകാനുള്ളത് നോക്കട്ടെ. ഇവിടുന്ന് എത്ര നിങ്ങൾ നോക്കിയ മാപ്പിൽ എത്ര ഉണ്ടെന്ന്? ചൂരൽമല. ചൂരൽമലക്ക് എത്ര ഉണ്ട്? നമുക്ക് ബത്തേരിയാണ് പോകേണ്ട. അവിടെ അത് അങ്ങോട്ടേക്ക് ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. ചൂരൽമല ഇവിടെ അടുത്താന്നാണ് തോന്നുന്നല്ലേ? മാപ്പിൽ നോക്കിയപ്പോൾ അടുത്താണ്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നേല്ലേ, അതുകൂടെ കണ്ടു പോകാമെന്ന് വിചാരിച്ച്. ചിലപ്പോൾ നമ്മൾ മൂത്തമ്മാൻ്റെ അവിടെ പോയിട്ട് ഇന്ന് സ്റ്റേ ആയിരിക്കും, നാളെ നമ്മൾ പോകത്തുള്ളൂ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അവിടെ പോകുന്നുണ്ട്. ഇനിയിപ്പം പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വർത്താനം പറഞ്ഞിരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അല്ലേ? ഞാൻ ബാക്കി വഴിയെ കാണാം. ഷിനാജ് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഈ ചെരുപ്പ്. സ്റ്റുഡിയോന്ന് ഇന്നലെ വാങ്ങിച്ചതാണ്. അത് ഡ്രസ്സ് ചെയ്യാം. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മോഡൽസ്. അതായത് ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് പൊട്ടി, പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഇന്നലെ സ്റ്റുഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് മീഷോന്നാണ് കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തേക്കാം. ലിങ്ക്സും കാര്യങ്ങളൊക്കെ, ജീൻസും ടോപ്പും ഒക്കെ മീഷോന്നാണ്. അപ്പോൾ എന്തായാലും ഈ വ്യൂവിനോട് നമ്മൾ ബൈ ബൈ പറയാൻ പോവാണ്. പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തോ ഒരു കിളി ഇങ്ങനെ ചുമ്മാ കരഞ്ഞ് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. പക്ഷേ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. എവിടെ നോക്കിയാലും വ്യൂ ആണ്. ബാത്റൂമിൽ നിന്ന് നോക്കിയാലും വ്യൂ ആണ്. കിടന്ന് രാവിലെ എണീറ്റ് ഞാനത് ആ മൂലക്ക് പോയി കിടക്കുമായിരുന്നു, നല്ല വ്യൂവും കണ്ട്. ഇവിടത്തേനെ പറ്റി പറയുവാണെങ്കിൽ വ്യൂ പ്രതീക്ഷിച്ചിട്ട് വരുന്നവർ മാത്രം വന്നാൽ മതി. സർവീസ് ഒന്നും അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല അങ്ങനെ പറയും. ഒരു ഫാൻ വർക്കില്ല, എസിക്ക് റിമോട്ട് ഒന്നുമില്ല.
ടി വിക്ക് റിമോട്ട് ഒന്നുമില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. AC സിയും ടി വിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒന്നിൻ്റെ റിമോട്ടൊന്നും ഇവിടെ ഫുള്ള് ഞങ്ങൾ തപ്പി കണ്ടില്ല. പിന്നെ ഞങ്ങൾ വിളിക്കാനൊന്നും നിന്നില്ല. നല്ല ചുമയാണ്. ചുമയുടെ കൂടെ ഇനി ഈ തണുപ്പും കൂടെ ആയപ്പോൾ അപ്പോൾ വ്യൂ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇവിടെ അടിപൊളിയാണ്. റേറ്റിംഗ് വ്യൂക്ക് ഫുള്ള് കൊടുക്കാം. ബാക്കി സർവീസിന് അത്ര പോരാ. സർവീസ് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. മെയിനായിട്ട് സർവീസിൻ്റെ കാര്യം എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതും എന്ത് വേണം എന്താണ് അങ്ങനെ ഒന്നും നമ്മളോട് ചോദിക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തരും. ഇനിയിപ്പോൾ അത് നമ്മൾ കഴിക്കാത്തയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഈ ഫുഡ് പറ്റുമോ അല്ലെങ്കിൽ എന്ത് ഫുഡ് പറ്റും, അങ്ങനെ ചോദിച്ചിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ എത്തിയത് രാത്രിയാണ്. അവിടെ ഫുഡില്ല. നമ്മൾ പുറത്തുനിന്ന് സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കണം. അവിടെ അടുത്തുള്ള ഹോട്ടലുകളുടെ ഡീറ്റെയിൽസ് അവർ നമുക്ക് തരും. അതിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കണം. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ടൈം എടുക്കും നമുക്ക് ഫുഡ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വരുമ്പോൾ തന്നെ അവരോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിലേക്ക് ഫുഡ് ഉണ്ടാകുന്നു. അപ്പോൾ അവരവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അറിയുമായിരുന്നെങ്കിലും നമ്മൾ ഓൾറെഡി പാഴ്സൽ വാങ്ങിച്ച് കൊണ്ടുവന്നതിന്. കാരണം നല്ല വിശന്നിട്ടാണ് നമ്മളിവിടെ കയറി വന്നത് തന്നെ. അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തപ്പോൾ നല്ല ടൈമും എടുത്ത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫുഡാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഫുഡായിരുന്നു. അതിൽ ആ ബ്രോസ്റ്റ് മാത്രം കൊള്ളായിരുന്നു. ബട്ടർ ചിക്കനും ബട്ടർ നാനൊന്നും ഒട്ടും ടേസ്റ്റില്ലായിരുന്നു കേട്ടോ. അത് വെറുതെ വേസ്റ്റാക്കി കളയുമായിരുന്നു. ബട്ടർ ചിക്കന് ഭയങ്കര പുളിയായിരുന്നു. പുളി കൊണ്ട് വായിലോട്ട് വെക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ബ്രോസ്റ്റ് കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം കിടന്നുറങ്ങിയത്. റീൽസ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഈ വീഡിയോ എടുത്തിട്ട് കാണാം. ഇടണ്ട, കൈ പിടിക്കാം. ഇത് ഇടാനുള്ള തണുപ്പൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. റൂമിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തണുപ്പുണ്ടല്ലേ. ഞങ്ങളുടെ വണ്ടി പൊന്നു ഗൈസ്, ഇതിലിരുന്ന് എൻ്റെ നടുവും മുതുകൊക്കെ ഒടിഞ്ഞ്. നമ്മൾ പിന്നെ പാവപ്പെട്ടവരായതുകൊണ്ട് കാറൊന്നുമില്ല. ഒരു മിനിറ്റ്, ഇവിടെ വന്ന് നിന്നാ വ്യൂ ഉണ്ട്. ബാ, റൂമിൽ നിന്ന് കണ്ട സെയിം തന്നെ. വാ എന്നാ അവിടെ നിന്ന് വരുന്നില്ല ഗൈസ് അയാൾ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഫോണും കൊണ്ട് പോകുക. അയ്യവാ, അവിടെ നിന്ന് കണ്ട സെയിം വ്യൂ തന്നെയാണ്. എന്നാലും എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല. അതായിരുന്നു നമ്മുടെ റൂം. ആ ഊഞ്ഞാലുള്ള കണ്ടില്ലേ, അതാണ് നമ്മുടെ റൂം. എന്നാലും ഈ കാട്ടിൽ കൂടെയാണ് ഗായ്സ് നമ്മൾ രാത്രി വന്നത്. ഫുള്ള് റോഡ് മോശമാണ്. ഞങ്ങളിപ്പം നിന്ന റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ വേറെയും 2-3-4 എണ്ണം ഉണ്ട് കേട്ടോ. അയ്യോ, റോഡ് നല്ല മോശമാണ്. കുലുങ്ങി 2 സൈഡും തേയിലത്തോട്ടാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. മൂത്തമ്മാൻ്റെ വീട്ടിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ അടുത്തായിട്ട് ചെറിയൊരു മാളുണ്ട്. അപ്പോൾ അവിടെ വന്നതാണ്. എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെയും ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഷിനാജിന് അത്ര ഇഷ്ടമാവാഞ്ഞുകൊണ്ട് എടുത്തില്ല. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വയനാടാണ് കേട്ടോ. മൂത്തമ്മാൻ്റെ വീട്ടിലാണ്. ഇന്നലെ ഒരു ഉച്ചയ്ക്കായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. പൊന്നു ഗൈസ്, ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. ഇന്നലെ റിസോർട്ടിൽ പോലും ഇല്ലായിരുന്നു ഇത്രയും തണുപ്പ്. അതിലും തണുപ്പാണ് ഇവിടെ. ഒട്ടും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ തണുപ്പ് ഒട്ടും പറ്റാത്ത ഒരാളാണ് ഞാൻ. നിലത്ത് ചവിട്ടാൻ തന്നെ വയ്യ. ചെരുപ്പിട്ടിട്ടാണ് ഉള്ളിലൊക്കെ നടക്കുന്നത്. അത്രക്കും തണുപ്പാണ്. വെള്ളത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ ഐസ് വെള്ളം എടുക്കത്തില്ലേ, അതിനേക്കാൾ തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടി തണുപ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ ചൂരൽമല പോകാൻ വേണ്ടി നോക്കി, പക്ഷേ അങ്ങോട്ട് കയറ്റി വിടത്തില്ലെന്നാണ് അറിഞ്ഞത്. അവിടെ പോകണമെങ്കിൽ പാസ് എടുക്കണം. പിന്നെ റോഡൊക്കെ മോശമാണ്. അതുമല്ല അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞ് പോകുന്ന വഴികളൊക്കെ ആകെ ആ ഉരുൾപൊട്ടലിന് ശേഷം ആകെ ഇതായി കിടന്നിട്ടെ. ഷിനാജിൻ്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ഒരാൾ, അതിൻ്റെ അടുത്താണ് ആളുടെ നാട്. അപ്പോൾ ആൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ച്. അപ്പോൾ ആളാണ് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പോകണമെങ്കിൽ തന്നെ പാസ് എടുക്കണം, കുറേ കാര്യങ്ങളുണ്ട്.
ഇപ്പോഴും പോലീസും എല്ലാം ഉണ്ട് അവിടെ, അങ്ങോട്ട് ആരും അങ്ങനെ കടത്തി വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോകാൻ നിന്നില്ല, അതിൻ്റെ അടുത്താന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പോകാൻ ഓർത്തത്. പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന്, മൂത്തമ്മാൻ്റെ വീട് സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല നെയ്ച്ചോറും ബീഫും ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോറ് സാമ്പാറും കേട്ടോ കഴിച്ചത്. അറിയാമല്ലോ ഞാൻ ചോറ് അഡിക്റ്റാണ്. സാമ്പാർ കണ്ടാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അങ്ങനെ ഇറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ മൂത്തമ്മ രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. മൂത്തമ്മാൻ്റെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ ചെന്ന അന്നത്തെ ദിവസം ഈവനിങ് ഒക്കെ ആയപ്പോൾ മൂത്തമ്മ ജോലിക്ക് പോയിട്ട്, ആൾ ജോലി ചെയ്യുന്നുണ്ട് ഹോസ്റ്റലിൽ വാർഡനായിട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരത്തുള്ളൂ. അങ്ങനെ ഏകദേശം ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഫുഡ് ഉണ്ടാക്കിയത്. ഇവിടെ മൂത്തമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. മൂത്തമ്മാൻ്റെ മകനും വൈഫൊക്കെ കാനഡയിൽ സെറ്റിൽഡാണ്. അപ്പം മൂത്തമ്മായി അവിടെ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ഉടനെ തന്നെ പോവുകയും ചെയ്യും. മൂത്തമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. ഇത് കഴിച്ച ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ബിരിയാണി കാണിച്ചു കൊടുക്ക്. ബിരിയാണി തന്നെയാണല്ലോ കാണിക്കും. വേറെ ഇത് കാണിച്ചു കൊടുക്കും, ചിക്കൻ ഫ്രൈയും അച്ചാറും സലാഡും ചമ്മന്തി ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂത്തമ്മേൻ്റെ ഫുഡ് കഴിക്കുന്നത്. ഇന്നലത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. രാവിലെ നമ്മൾ കഴിച്ചത് നെയ്പത്തിരി. നെയ്പത്തിരിയും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. ദോശ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. കുറച്ച് സലാഡും കുറച്ച് അച്ചാറും ചമ്മന്തി ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല ചമ്മന്തി ഇതുവരെ ബിരിയാണിയുടെ കൂടെ. ഇവരുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയും. പിന്നെ ഒരു ചിക്കൻ്റെ പീസും. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കുറച്ച് വെയിൽ കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വന്ന റൂട്ട് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ താമരശ്ശേരി ചുരയില്ല, അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൂട്ടാണ്. ഭയങ്കര സൈലൻ്റ് ആണ്, ഫുള്ള് അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗാണെന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.